ഈ അധികാരം ഒരു വിഷയമാണ്. കീഴാളൻ മേലാളൻ എന്ന് സംസാരിച്ചിരുന്ന സ്ഥലത്ത് വേറൊരു ആൾക്ക് അധികാരം കിട്ടിയാലും, ഇത് കീഴാളനായിക്കോട്ടെ, അധികാരം കിട്ടിയാലും അധികാരത്തിൻ്റെ മത്ത് എല്ലാവരെയും ബാധിക്കും. അതിൻ്റെ എലമെൻറ്റ്സ് പല സ്ഥലത്തായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയേണ്ടതില്ല, കാരണം കാണുന്നവർ അങ്ങനെ സസ്പെൻസ് ഇട്ട് തന്നെ കാണട്ടെ എന്നുള്ളതാണ്. അതും ഈ എലമെൻ്റ് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുള്ള എലമെൻ്റാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏറ്റവും പ്രോപ്പർ എലമെൻ്റ് ആ അധികാരത്തെക്കുറിച്ച് പറയലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആയിരുന്നോ? ഈ 3 ക്യാരക്ടർ തമ്മിലുള്ളൊരു പവർ ഡൈനാമിക്സ് ആണ്. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അതെങ്ങനെ ഷെയർ ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ ഒരു പ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡയലോഗ്സും ഓരോ റെവലേഷൻസ് വരുന്നതും, പിന്നെ അതിൻ്റെ ഒരു അണ്ടർലൈനിങ് തീമായിട്ട് ഈ പവറും കറപ്ഷനും ഒക്കെ ആയിട്ട് പറഞ്ഞു പോകുന്നത്. സോ ഈ കൂടുതൽ പറഞ്ഞാൽ അത് അല്ല, അത് കുഴപ്പമില്ല, അത് അത്രയും മതി. കണ്ടു കഴിഞ്ഞവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഈ മമ്മൂക്ക ചില സ്ഥലങ്ങളിൽ മാറ്റം എന്ന് പറയുന്നത് പെട്ടെന്ന് മാറുന്ന അവസ്ഥ ഭയങ്കര രസമായിട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് തന്നെ അത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രാമ ആയി പോകരുത്, സെറ്റിലായിരിക്കണം. അത് ആ മനുഷ്യൻ അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ നമുക്ക് വിമർശിക്കാൻ പറ്റാത്ത രീതിയിൽ നന്നായി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇത് കണ്ടു നിൽക്കുമ്പോൾ റീടേക്ക് പോവേണ്ടി വരുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് സങ്കടമാവില്ലേ? ഇത് വീണ്ടും കിട്ടുമോയെന്ന് അങ്ങനെ ഒരു ആക്ച്വലി ഈ ക്യാരക്ടർ കൊടുവൻ പോറ്റി എന്ന് പറഞ്ഞ ക്യാരക്ടർ സ്ക്രിപ്റ്റിൽ ആ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്, വളരെ അൺപ്രഡിക്റ്റബിൾ ക്യാരക്ടറാണ്. ഇമോഷൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അത് പെട്ടെന്ന് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇമോഷൻലെസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പെട്ടെന്ന് ദേഷ്യമാവും, പെട്ടെന്ന് കൂളാവും. സോ അത് കറക്റ്റായിട്ട് മമ്മൂക്കയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്കത് മനസ്സിലാക്കിയിട്ട് പുള്ളി ഡെലിവറി ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റിംഗ്. റീടേക്ക് പോകുമ്പോൾ ടെൻഷൻ അടിച്ചോ? ഈ സാധനം തന്നെ നമ്മൾ ഇല്ല, പൊതുവെ ഇല്ല. മാക്സിമം 1-2 ടേക്ക്, അതിൽ തന്നെ നമ്മൾ ഹാപ്പി. അതിന് മുമ്പ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ചോദിക്കാം എന്താണ് വേണ്ടത്, ഏത് മീറ്ററിലാണ്, എങ്ങനെയാണ്. പിന്നെ റിഹേഴ്സൽ നമ്മൾ ചെയ്യും, അതിൽ കറക്റ്റ് ചെയ്യുമല്ലോ, അതിലെല്ലാം കറക്റ്റ് ആവും. എന്നിട്ട് ഇതെല്ലാം ഫൈനൽ ആക്കിയതിന് ശേഷമാണ് ഈ ടേക്കിലേക്ക് പോകുന്നത്. സോ ദാറ്റ്സ് വൈ ലിമിറ്റഡ് ടേക്സ് ഉള്ളൂ. അതെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ പറഞ്ഞില്ല, ഒരു ടേക്ക് കഴിഞ്ഞിട്ട് ഇതങ്ങനെ അതൊക്കെ ആ റിഹേഴ്സലിൽ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ഈ സംവിധായകൻ കൂടെയാണ് ഒബ്സർവ് ചെയ്യുന്നത്. അർജുൻ അശോകൻ പൊതുവെ ചെറുപ്പക്കാരനായിട്ടുള്ള ആളാണ്. ഈ രണ്ടുപേരും കൂടെ മമ്മൂക്കയുടെ അഭിനയം കാണുന്ന സമയത്ത് മുമ്പിൽ സ്ട്രൈറ്റ് കാണുകയാണ്. ആ സമയത്ത് മുമ്പും കണ്ടിട്ടുണ്ട്, എങ്കിലും ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? നമുക്ക് കളറിൽ കാണാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സുഖമായിട്ട് തോന്നിയത്. അടിപൊളിയായിരുന്നു. കാരണം ഇപ്പൊ എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുക അല്ലെങ്കിൽ ആ സീൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വയമേ ചിന്തിക്കുമല്ലോ, ഇത് ഇങ്ങനെ ആയിരിക്കും, ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഡെലിവർ ചെയ്യാൻ പറ്റിയ ആള്. പക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറമാണ് ഡെലിവർ ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് മറ്റേ ഇങ്ങനെ കണ്ട് വണ്ടടിച്ചിരുന്നു, പിന്നെയാണ് അല്ലെങ്കിൽ ഷൂട്ടാണ് ഓക്കെ, ബാക്കി നമ്മൾ ഡയലോഗ് പറയാനുള്ള രീതി. പക്ഷെ അടിപൊളിയായിരുന്നു, വലിയ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് പറഞ്ഞ് ഫലിപ്പിക്കാറില്ല. ഇപ്പോൾ അർജുൻ, ഇപ്പോൾ പ്രണയവിലാസം ആയിക്കോട്ടെ, അജഗജാന്തരം ആയിക്കോട്ടെ, രോമാഞ്ചം ആയിക്കോട്ടെ, ഈ പടങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് വേറെ വേറെ ക്യാരക്ടേഴ്സാണ് അതിനകത്ത് വരുന്നത്. ഒരുപക്ഷെ പടത്തിൻ്റെ ജോണർ അത് ഉണ്ടായിരിക്കാം. ഈ സെലക്ഷൻ പ്രോസസ്സ് പൊതുവിൽ കാണാറില്ലാത്തതാണ്. ക്ലീശ അടിക്കാറുണ്ട് ചിലപ്പോൾ, പലരും ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടുപോകാറുണ്ട്. പക്ഷേ അർജുൻ ഇതുവരെയും പെട്ടിട്ടില്ല. പ്രേമം ചെയ്യുമ്പോഴും ആ പ്രണയത്തിനകത്ത് ഇപ്പോൾ സൂപ്പർ ശരണ്യന് വന്നാലും അതിനകത്ത് ഉള്ള ക്യാരക്ടറായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്നാൽ അധികം പിടിക്കുന്നുമില്ല. ഇത് മാറ്റി മാറ്റി പിടിക്കുന്നതാണോ അതിൻ്റെ രഹസ്യം? എനിക്ക് മാറി മാറി ചെയ്യാനാണ് താല്പര്യം. ഒരു ടൈപ്പ് കാസ്റ്റഡ് പരിപാടി അല്ലാണ്ട് റിപ്പീറ്റ് ചെയ്യാൻ മാക്സിമം ചെയ്യാതിരിക്കാൻ മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷെ എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. അജഗജാന്തരം എനിക്ക് വില്ലൻ ഭയങ്കര ഇഷ്ടമാണ് പരിപാടി ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടികളിൽ ഇങ്ങനെ കഥ കേൾക്കുമ്പോൾ നമുക്ക് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്ന കഥ ക്യാരക്ടേഴ്സ് പിടിക്കുക, റിപ്പീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ ചില മറ്റേ രോമാഞ്ചം ഭയങ്കര ലക്കിന് വന്ന ക്യാരക്ടറാണ്. പിന്നെ വരത്തൻ ഭയങ്കര ലക്കിന് വന്നതാണ്. ബിടെക് വൻ ലക്കിനാണ്. കാരണം മന്ദാരം ചെയ്യുമ്പോഴാണ് ആസിഫ് കെയും മൃദുലേട്ടനും എന്നെ കണ്ടിട്ട് അതിലേക്ക് വിളിക്കുന്നത്. പിന്നെ ബ്രഹ്മയുഗം ലക്കിന് വന്ന ക്യാരക്ടറാണ്. അപ്പം അങ്ങനെ എല്ലാം ലക്കാണ്. പക്ഷേ ഇതൊരു ലക്കാണ് കേട്ടോ, നല്ല ലക്കാണ്. ഇപ്പോൾ ഞാനിടയ്ക്ക് മനസ്സിൽ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ, അമ്മ ഉണ്ടായിരുന്നെങ്കിൽ, അസാധ്യമായിട്ടുള്ളൊരു ആക്ട്രസ്സാണ്. അപ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിരുന്നു ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക്. അമ്മയെ ഓർത്തിട്ടുണ്ടാവുമല്ലോ മനസ്സുകൊണ്ട്. ഇപ്പം എന്നെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെയായിരിക്കും അവർ പറയണായിരിക്കും ത്രൂ യു പീപ്പിൾ.
അതെ, ഞങ്ങൾ വഴിയാണ് അത് എക്സിക്യൂട്ട് ചെയ്യപ്പെടുന്നത്. അത് നല്ല തോട്ടാണ്, ഈ സിനിമയായിട്ട് യോജിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഈ പേടിപ്പിക്കൽ എന്ന് പറയുന്ന പരിപാടി ചെറിയ പരിപാടിയല്ല, പ്രത്യേകിച്ച് മലയാളികളെ പേടിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പരിപാടിയാണ്. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ പേടിപ്പിക്കൽ തന്നെ വേണം. ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത്, സിനിമ ക്രാഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വെറും യക്ഷി പ്രേതം മറുത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേടിക്കാൻ വലിയ പാടാണ്. നമ്മളെ ഇനി പേടിപ്പിക്കാൻ തോന്നണ്ട, നമ്മൾ വലിയ വലിയ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞ് മസിൽ പിടിച്ചിരിക്കും. പക്ഷേ ഇതിനകത്ത് എൻ്റെ അടുത്തിരിക്കുന്ന ചെറുപ്പക്കാരൻ ഈ അർജുന അശോകൻ പടി കയറി പോകാൻ പോകുന്ന സമയത്ത് എടാ പോവല്ലേടാ എന്ന് പറയുന്നത് ഇത്രയും എഫക്ട് ചെയ്തു, മനസ്സിലായോ? അത് അവരുടെ കമന്റ് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? വേറെ റെസ്പോൺസ് എന്താ വെച്ചാല് ഇത് ഒരു പോയിന്റിൽ സ്റ്റക്ക് ആവുമല്ലോ, അപ്പൊ ലാസ്റ്റ് അത് ബ്രേക്ക് ചെയ്ത് പുറത്ത് ആൾക്കാരെ മറ്റേ ഈ ഒരു സാധനം ഭയങ്കരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയായിരുന്നു. അപ്പൊ അത് കാണാൻ വേണ്ടി നിൽക്കുക സൈഡിൽ. പിന്നെ മെസ്സേജ് അയക്കുമ്പോഴും എല്ലാവരും വരുന്നത് പണി ലാസ്റ്റ് ആയപ്പോഴാണ് സമാധാനമായത്. കിട്ടി. ഈ ഷോട്ട് പുഴയെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത് ആ വന്യത കാണിക്കാൻ വേണ്ടിയിട്ട്. വന്യത ആദ്യം മുതൽ കാണിക്കുന്നുണ്ട്, പക്ഷേ അതിലും വന്യമാണ് കടക്കരുത്, അപ്പുറത്ത് കടന്നു പോകരുതല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വന്യത കാണിക്കാൻ വേണ്ടിയിട്ട് സൂപ്പറായിട്ട് സൗണ്ടും രസമായിരുന്നു, ഷോട്ടും രസമായിരുന്നു. അത് വെക്കുന്ന സമയത്ത്, ആ ഷോട്ട് കാണുന്ന സമയത്തോ ഇല്ലെങ്കിൽ പുഴ കാണുന്ന സമയത്തോ ഒക്കെ യഥാർത്ഥത്തിൽ നമ്മൾ കണ്ട പിക്ചറിനെ ശരിക്കും വിഷ്വലൈസ് ചെയ്യാൻ കഴിഞ്ഞോ, അത് എൻഹാൻസ് ചെയ്യാൻ കഴിഞ്ഞോ പുഴയെ? മെയിൻ ചാലഞ്ച് ആ പുഴ നമുക്ക് എല്ലാവരും കണ്ട അതിരപ്പള്ളി എല്ലാവർക്കും അറിയുന്നത്. പക്ഷെ അതിനെ അതിൻ്റെ ഒരു സ്കെയില് വലുതാക്കാനും അതൊരു ഏത് രീതിയിൽ കാണാത്ത ആംഗിൾസിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞത് ഇപ്പൊ ഈ പറഞ്ഞപ്പോഴാണ് അതില് ഫസ്റ്റ് കഴിഞ്ഞുകൊണ്ട് ഒരു ടോപ്പ് ആംഗിൾ ഷോട്ട് ഉണ്ട്. അതിൽ അർജുനൊക്കെ നിൽക്കുന്നത് എൻഡിലാണ്. എനിക്ക് ഒരു പോയിന്റിൽ എത്തിയപ്പോ ഞാൻ അർജുൻ കൂടെ ഒന്ന് അങ്ങോട്ട് ഇങ്ങനെയാണ് നമുക്ക് കാണുമ്പോ പരന്ന് തോന്നും, പക്ഷെ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോണത്. ഞാൻ എന്റെ ഇപ്പൊ എങ്ങനെ എന്റെ ആവുന്നത് അവിടെ. ഞാൻ ആക്ച്വലി ഈ റീല് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ അർജുനെ വിളിച്ചു, നിങ്ങൾ എങ്ങനെ അവിടെ പോയി, എനിക്ക് ഹൈറ്റ് പേടിയാ, ഇങ്ങനെ അവിടെ പോയി നിന്നേന്ന് ഞാൻ ചോദിച്ചത്. ഭയങ്കര റിസ്കി ആയിട്ട് ഭയങ്കര രസമായിരുന്നു, ഭയങ്കര റിസ്കി ആയിരുന്നു. കാരണം അത്രയും ആൾക്കാരുണ്ട്, എല്ലാവരും അങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് പേടിയാണ്. എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നേരെ താഴേക്കാണ്. കാറ്റടിച്ചാൽ ഫ്ലാഷ് ഫ്ലഡ് മേളില് അപ്പർ ചാനലില് തുറക്കുവാണെങ്കിൽ നമുക്കറിയില്ല, വെള്ളം കയറും, നമുക്കറിയില്ലോ, മഴ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പൊ തുടക്കം തന്നെ വിഷ്വല് അത്രയും ഒരു ലാർജർ ഫോമാറ്റ്, ഒരു വലിയ വിഷ്വലായിട്ട് തുടങ്ങുന്നതായിരുന്നു. കാരണം അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു ക്ലസ്ട്രോഫോബിയ ഫീൽ ചെയ്യുന്ന ഒരു എഫക്റ്റ് ആണല്ലോ. അപ്പൊ തുടക്കം അത്രയും ഒരു ലാർജ്നെസ് വലിപ്പം തോന്നിക്കാൻ കൊടുത്ത് വാട്ടർ വോളിയം, അതിൻ്റെ ഹെവിനെസ് ഒക്കെ ആ സൗണ്ടിലും വിഷ്വലിലും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലി ഇതിലേക്ക് കയറുമ്പോൾ എല്ലാം കാം ആൻഡ് ക്വയറ്റ് ആൻഡ് സട്ടിൽ ആവുകയാണ്. അങ്ങനെയാണ് അതിൻ്റെ തോട്ട്. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതിരിക്കുമ്പോൾ ഇതിന്റെ പല കാര്യങ്ങളും ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയാൻ പറ്റുള്ളൂ. അതിന്റെ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അത് നമ്മൾ വരും ദിവസങ്ങളിൽ സംസാരിക്കുമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇതിന്റെ രാഷ്ട്രീയം കൃത്യമായിട്ട്, ഇതിന്റെ ജാതി സംസാരിക്കേണ്ടതുണ്ട്, ഈ അധികാരത്തെ പറ്റിയിട്ട് കൃത്യമായിട്ട് സംസാരിക്കേണ്ടതുണ്ട്. ഈ പാണനെ കുറിച്ച് മമ്മൂക്ക പറയുന്ന ഒരു ഡയലോഗ് തന്നെ നമുക്ക് ഒരുപാട് ഡീകോഡ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ അവസാനം വരുന്ന അർജുൻ അശോകൻ എന്താണ് ഏതാണ് ഇതൊക്കെ സംബന്ധിച്ച് സംസാരിക്കേണ്ടതുണ്ട്. ആരാണ് നമുക്ക് പിന്നെ സംസാരിക്കാം. എന്തായാലും തിയേറ്ററിൽ സക്സസ് ആയി പോകുന്നുണ്ട്. ഇങ്ങനൊരു സിനിമ സക്സസ് ആവുന്നതിൽ ഒക്കെ നമുക്ക് എല്ലാവർക്കും സിനിമ അങ്ങനെ നോക്കിക്കാണുന്ന, ഇല്ലെങ്കിൽ സിനിമാ ഭ്രാന്തന്മാർക്കെല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. എല്ലാ സിനിമാ ഭ്രാന്തന്മാരും വന്നോ പൊളിയാണ്.